ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും യൂട്യൂബ് കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും കുട്ടികൾ തൊട്ട് എല്ലാവർക്കും കേട്ടോ സ്വാഗതം പറയുന്നു നമ്മുടെ ചാനലിലേക്ക്. ഇപ്പോൾ ഒരു ചെറിയ വീഡിയോയൊക്കെ ആയിട്ട് വരുന്നു. മഴ മാറി കേട്ടോ. കടുത്ത മഴയത്ത് ഞാൻ ഇൻട്രോ എടുക്കാൻ വന്നതാണേ. ഞാൻ ഫോണൊക്കെ ഓണാക്കി വന്നപ്പോഴത്തേനും മഴയും തീർന്നു. അപ്പോൾ ഇനി അടുത്ത മഴയത്ത് പറയാം ഇൻട്രൊഡക്ഷൻ കേട്ടോ. ശക്തിയിലൊരു മഴ പെയ്യട്ടെ. കണ്ടോ, ഇതാണ് ഇന്നത്തെ തോരൻ കേട്ടോ. ചക്കക്കുരു, അച്ചിങ്ങപ്പയർ, പിന്നെ പൊളിക്കുന്ന പയറും ഉണ്ട്, പൊടിക്കുന്ന പയറും ഉണ്ട് കേട്ടോ. കുറച്ച് ഒരു വൃത്തം ചക്കക്കുരും കൂടെ കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. നന്നായിട്ട് വെള്ളം ഊറ്റിക്കളഞ്ഞ് കറിവേപ്പിലയുണ്ട്. ഇതുണ്ട് അരപ്പ്, തേങ്ങയും പച്ചമുളകും മഞ്ഞളും കൂടി ഒതുക്കി എടുത്തിരിക്കുന്ന അരപ്പുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് സവാള അരിഞ്ഞിടണം. പിന്നെ കടുകും ഇട്ട് നമുക്ക് ഇങ്ങനെ ഒരു തോരൻ കറി ഉണ്ടാക്കാം കേട്ടോ. ചക്കക്കുരുവിൻ്റെ സീസണാണെങ്കിലും ഞങ്ങൾക്കധികം ചക്കയും ചക്കക്കുരുവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഒരു പ്രാവശ്യം കിട്ടിയ ചക്കയുടെ കുരുവാണിത്. സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാക്കണം. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എപ്പോൾ നോക്കിയാലും ഒരേ കൊട്ട ചക്കക്കുരുവൊക്കെ കാണുമായിരുന്നു. ഇപ്പം പ്ലാവും എല്ലാം വിറ്റു. ഉള്ളതിലാണെങ്കിൽ ഇടാൻ പോകാൻ ഇവിടെ ആളുമില്ല. അതൊക്കെ അങ്ങ് മലയുടെ മുകളിലാണ് പ്ലാവൊക്കെ നിൽക്കുന്നത് കേട്ടോ. അവിടെയൊക്കെ പോയി ഇട്ടുകൊണ്ട് വരാൻ ആളില്ലാത്തതുകൊണ്ടാണ് ചക്കയുടെ ഒരു വിഭവങ്ങളും ഉണ്ടാക്കി കാണിക്കാത്തത്. അരപ്പ് ആദ്യം ചേർത്ത് കൊടുക്കാം കേട്ടോ. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് ഇട്ട് വഴറ്റിയെടുക്കാം. അരപ്പ് ചേർത്തു. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്ത് അരപ്പും കൂടി ആ എണ്ണയ്ക്കകത്തൊന്ന് കിടന്നു ഒന്ന് വഴണ്ട് വരുന്നത് അതിൻ്റെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് കറിയുടെ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ചക്കക്കുരുവും പയറും സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഇത് നമുക്ക് ഈ മിക്സി കഴുകി ഒരു ശകലം വെള്ളം ഒഴിച്ച് കൊടുത്താൽ ആ വെള്ളത്തിൽ പയറും ചക്കക്കുരുവും കൂടെ വെന്തോളും. അത് ഒന്ന് വഴറ്റിയിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഈ എണ്ണയിൽ കിടന്ന് വഴണ്ട് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിന്. പച്ചവെള്ളത്തിൽ ഒഴിച്ചെടുക്കുന്നതിനകത്ത് ഇച്ചിരി രുചി കിട്ടുവേ, ലേശവും കൂടെ. അപ്പോൾ ചക്കക്കുരും പയറും ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഉള്ളിയൊക്കെ അരിഞ്ഞത് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് അരപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് കഴുകിയാൽ ലേശം വെള്ളം ഒഴിച്ചാൽ അത് വേകാനുള്ളത്. എന്നിട്ട് ഇളക്കി തട്ടിക്കൊത്തി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ കേട്ടോ. ഇതാണ് ചക്കക്കുരും പയറും തോരൻ വെച്ചത് കണ്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചക്കക്കുരു നന്നായിട്ട് വെന്തു, നല്ല ടേസ്റ്റ് ഉണ്ട്. വേണമെങ്കിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഇളക്കി കൂട്ടിയാൽ നല്ലതായിരിക്കും. ഞാൻ ആവശ്യത്തിന് എണ്ണ ആദ്യം ചേർത്തുകൊണ്ട് എണ്ണ ഒഴിക്കുന്നില്ല. എന്താ സൂപ്പർ കറിയാണേ, തോരൻ കറി. കുറച്ച് കുട്ടിപ്പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ. ഉണക്കമുളക് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ ഈ മുട്ടയും കൂടെ 2-3 പൊരിച്ചെടുക്കണം. അതിനുള്ള പച്ചമുളക്, ഉള്ളി, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടി അരിഞ്ഞിട്ടേക്കുന്ന കേട്ടോ. അതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് നമുക്ക് മുട്ടയും കൂടെ പൊരിച്ചെടുക്കാം. മുട്ട വെച്ചതിന് മറിച്ചിട്ടു കേട്ടോ. മുറിഞ്ഞു പോകാതെ നല്ല ഭംഗിയായിട്ട് മറിച്ചിട്ടു. ഇനി അങ്ങനെ കിടന്നൊന്ന് വെന്ത് മുരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്ന് വൈകിട്ടത്തെ കറികൾ കേട്ടോ. കുഞ്ഞു കറികളാണ്. ദോശക്കല്ലോടെ എടുത്ത്, അതായത് ഈ പാനിൽ നിന്നെടുത്ത് അതേപടി എടുത്തിട്ടു കേട്ടോ, മറിച്ചിട്ടു. ഈ കൂട്ടത്തിലൊരു സോയാബോൾ ഫ്രൈയും കൂടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇത് കണ്ടാൽ വെള്ളക്കടലയാന്ന് തോന്നുന്നു. ചെറിയ കടല ഇരിക്കും പോലെ ഇരിക്കുന്ന വെള്ളക്കടല. ഇത് സോയാബോളാണ്. അതിനെ ഒന്ന് തിളപ്പിക്കണം. അതിനായിട്ട് വെള്ളം വെച്ചേക്കുക കേട്ടോ. അപ്പോൾ അത് പൊട്ടിച്ച് വെള്ളത്തിയിട്ട് നന്നായിട്ട് ഉപ്പിട്ട് തിളപ്പിച്ച്
പിന്നെ കഴുകി പിഴിഞ്ഞെടുക്കാം നമുക്ക്. അപ്പോൾ സോയാബോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, തിളച്ച് വെന്തു. ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് തണുത്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഈ വെള്ളത്തിൽ നിന്ന് വാരിയെടുത്ത് പിന്നെ വെള്ളം ഒഴിച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞെടുത്തിട്ട് നമുക്കതിനൊന്ന് ഫ്രൈ ആക്കിയിട്ട് വേണം വെറുതെ ഒന്ന് വറുത്തെടുക്കണം എണ്ണയിൽ. എന്നിട്ട് നമുക്ക് സവാള, തക്കാളി, ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ചേർത്ത് ഒരു കുഴമ്പ് പരുവത്തിന് ഒരു ഫ്രൈ കറി ഉണ്ടാക്കിയെടുക്കാം. സോയാബോൾ ഓക്കെ. സോയാബോൾ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തു കേട്ടോ. ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് ഉപ്പുണ്ടായിരുന്നു. കഴുകി പിഴിഞ്ഞെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് അതിനകത്തുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടിയും കൂടി ഇട്ട് ഇനി അതൊന്ന് നന്നായിട്ട് തിരുമ്മിയിട്ട് നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ശേഷം ഇതുണ്ട്, ഈ ചീനിച്ചട്ടിക്കകത്ത് അല്പം എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് ഈ സവാള, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി അതിനകത്തുണ്ട് കേട്ടോ, പിന്നെ കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടെ വഴറ്റി അതിന് ശേഷം തക്കാളിക്കയും ഇട്ട് വഴറ്റി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ഇറച്ചി മസാല, അല്പം ഇറച്ചി മസാലയും കൂടി ചേർത്ത് നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഈ സോയാബോളിൽ അപ്പോൾ സോയാബോൾ ആദ്യമേ ഞാനൊന്ന് വറുത്ത് കോരട്ടെ. അതിനകത്ത് പപ്പടം പൊരിച്ച എണ്ണയാണേ, അതിനകത്തേക്ക് സോയാബോൾ ഇട്ട് വറുത്ത് കോരിയെടുക്കുന്നു. മുളക് പൊടി, അല്പം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി വഴറ്റി എടുക്കാം. അതിന് ശേഷം നമുക്ക് മീറ്റ് മസാലയും കൂടെ ചേർക്കണം. എന്നിട്ട് ഈ തക്കാളിക്കയും ചേർക്കണം. ബീഫ് മസാല ചേർത്ത് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിക്ക ചേർക്കാം. ഈ ബീഫ് മസാല വെച്ചിട്ട് നന്നായിട്ട് എണ്ണയിലൊക്കെ വഴണ്ട് കഴിഞ്ഞപ്പോട്ടുണ്ട് നല്ല ബീഫ് ഫ്രൈയുടെ മണം വരും. നല്ല മണം വരുന്നുണ്ട് ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ. ആടി വെന്ത് കുഴഞ്ഞ് കിടക്കാം ഈ തക്കാളിക്ക. സോയാബോൾ ഫ്രൈ ചെയ്ത് വെച്ചത്, അതായത് ജസ്റ്റ് എണ്ണയിലൊന്ന് വറുത്തെടുത്തത് ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും കൂടെ കൂടി ഇളക്കി മിക്സ് ചെയ്തിട്ട് ലേശം വെള്ളം, ഒരു തുള്ളി വെള്ളം ഒഴിച്ച് കൊടുത്ത്, നല്ല ചൂടുവെള്ളം ഉണ്ട് കേട്ടോ, അത് ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി വെക്കാം. ഇതിനകത്ത് അല്പം നല്ല കുറുകുറാന്നുള്ള തേങ്ങാപ്പാൽ ചേർത്ത് എടുക്കുവാണെങ്കിൽ അടിപൊളി കറിയാണ്. ഇപ്പോൾ എനിക്ക് തേങ്ങാപ്പാൽ എടുക്കാനുള്ള സമയക്കുറവ് കൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നിർത്തുവാണ്. അല്പം ചൂടുവെള്ളം ചേർക്കട്ടെ ഇതിനകത്ത്. പക്ഷേ തേങ്ങാപ്പാലൊന്നും ചേർക്കണം കേട്ടോ, എന്നെ രുചിയെന്നറിയാവോ. അത് സമയമുണ്ടെങ്കിൽ അത് ചെയ്യും, ഇല്ലെങ്കിൽ ഇതേ രീതിയിൽ എടുത്ത് കഴിക്കും. ചോറിന് കൂട്ടും, ചോറിന്, അപ്പത്തിന്, ഇത് രണ്ടിനും നന്നായിട്ട് ഉപയോഗിക്കാം. ചപ്പാത്തി അപ്പമൊക്കെ സ്ഥിരം കഴിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി ഒരു വെറൈറ്റി ആയിട്ട് ഒരു കറി ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പം നമ്മുടെ സോയാബോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി കറി. ഇതിനെ ചാറാക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതിയേ, ഇല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാലും മതി. പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഇരട്ടി രുചി കിട്ടും. അപ്പം ഈ കറി ഇതുപോലെയൊന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായം പറയണം കേട്ടോ, കമൻറ്റിൽ കൂടി. അപ്പോൾ അടിപൊളി സോയാബോൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറിയല്ല, ഫ്രൈ ആണ്. കറിയാക്കണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് നല്ല കുഴമ്പ് പരുവത്തിന് മിക്സ് ചെയ്തെടുക്കുമ്പം ചൂടോടുകൂടി എടുക്കുമ്പം അത് കറിയായിട്ട് വരും, ഗ്രേവിയോട് കൂടിയുള്ള. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടിരിക്കുന്നു. അടിപൊളി ടേസ്റ്റുള്ള കറി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമുക്ക് രാവിലെ തന്നെ ഇച്ചിരി നല്ല അയലമീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിലേക്ക്, ഞങ്ങളുടെ ഇടുക്കിയിലേക്കൊക്കെ മീൻ വരണമെങ്കിൽ എന്തായാലും പിടിക്കുന്ന വഴി വരുമൊന്നുമില്ലല്ലോ. അപ്പം അതനുസരിച്ചുള്ള മാറ്റങ്ങൾ കാണും കേട്ടോ. 1 കിലോ മീൻ 250 രൂപ ഇവിടെ 1 കിലോ അയല മീനിന്.
വയറൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ശകലിച്ച വയറൊക്കെ ഇവിടെ എല്ലാം പൊട്ടി. ശരിക്കൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ വയറ് പൊട്ടി പുറത്ത് ചാടും. നമ്മളിത് വെട്ടി തേച്ച് കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതങ്ങോട്ട് പൊട്ടി വരുന്നത്. ഇതുണ്ടോ? അതേ ഇതുണ്ടോ? ഇതുപോലെ ആയിട്ടുണ്ട്. എന്നാലും നമുക്കിങ്ങനെയേ കിട്ടാനുള്ളൂ. അതുകൊണ്ട് നമ്മളിതിനെ നല്ല പൊന്നു പോലെ കറി വെച്ച് കഴിക്കും. എന്നും ഓർക്കും നാടൻ പ്രദേശത്തൊക്കെ പോകുമ്പോൾ ഇച്ചിരി ഈ ഫ്രഷായിട്ടുള്ള മീൻ കടലിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് വലയിൽ നിന്ന് പെറുക്കിയെടുത്തൊക്കെ ആൾക്കാർ വിൽക്കുന്നത് കാണാൻ, മേടിച്ചുകൊണ്ട് പോകുന്നത് കാണാം. പക്ഷേ അത്രയും ദൂരെ നിന്നൊക്കെ നമുക്ക് മീനും കൊണ്ട് വരണമെങ്കിൽ കുറേ ഐസ് കട്ടയും തെർമോക്കോളിൻ്റെ പാത്രമൊക്കെ വേണം. അതൊന്നും കൈ കാണിയല്ലേ യാദൃശ്യമായിട്ട് ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതൊക്കെ ആഗ്രഹമൊക്കെ മനസ്സിൽ ഒതുക്കി നല്ല മീനൊക്കെ കണ്ട് വെള്ളം ഇറക്കി ഇങ്ങ് പോരും, അത്ര തന്നെ. അപ്പോൾ ഇപ്പം നമുക്കിവിടെ കിട്ടണത് കൊണ്ട് തൃപ്തിപ്പെടാം. അപ്പോൾ ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം, കറി വയ്ക്കണം. കറി എന്ന് പറയുമ്പോൾ മുളക് ചാറങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്ക് ഇത് കുറച്ച് കഴിയുമ്പോഴേ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ സമയമില്ല. അതുകൊണ്ട് ഇപ്പോൾ എടുത്ത് നമ്മൾ ഇതിനെ ഫ്രിഡ്ജിലേക്ക് വെക്കും. കുറേ നാൾ ഫ്രീസറിലും ഫ്രിഡ്ജിലും ഐസ് കട്ടയ്ക്കകത്തൊക്കെ കിടന്നാണ് ഇവിടെ വരുന്നത്. ഇനി ഞാനും കൂടെ വെക്കട്ടെ ഒരു ഉച്ച വരെ ഫ്രിഡ്ജിലേക്ക്. അപ്പോൾ നമ്മുടെ അയല മീനിനെ ഒന്ന് വറക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ രാവിലെ കൊണ്ടുവന്ന് വെച്ച മീനാണ്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേന് വെട്ടി തേച്ച് കഴുകി എടുത്തു. 4 എണ്ണം അരപ്പ് തിരുമ്മി വെച്ചു. മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, കായപ്പൊടി, ഇത്രയും പൊടികൾ തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. അരമണിക്കൂറായി വെച്ചിട്ട്. ഇനി അത് വറക്കാം. 4 എണ്ണം വറക്കാനും എടുത്തു, 4 എണ്ണം കറി വെക്കാനുമായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കറിവേപ്പിലൊക്കെ ഇട്ട് നമുക്ക് ഇതിനെ വറക്കാം. വറുത്ത് കോരിയിട്ടുള്ള ആ എണ്ണയിലേക്ക് കറി വെക്കാം നമുക്ക്. മീൻ, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് വഴറ്റി മുളക് പൊടി ചേർത്ത് അത് കറി വെച്ചെടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ മീനിനകത്തേക്ക് കുറച്ച് പച്ച കരിവേപ്പിലയും കൂടെ ഇടാം കേട്ടോ. കരിവേപ്പില ഇട്ട് വറക്കുന്ന മീനിന് ഒരു പ്രത്യേക രുചിയുണ്ട്. കൊഴുവ മീനാണെങ്കിൽ ഏറ്റവും കൂടുതൽ രുചി കറിവേപ്പില ഇട്ട് വറക്കുമ്പോൾ. കാരണം അതിനെന്തെങ്കിലും മസാല, മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ എന്തെങ്കിലും ചേർത്താണ് കൊഴുവ വറക്കുന്നത്. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇടുമ്പം ഒരു പ്രത്യേക ടേസ്റ്റുണ്ട് കൊഴുവ മീൻ വറക്കുമ്പോൾ. ഇതിന് എല്ലാവരും ഇച്ചിരി പച്ചമുളകും കൂടെ കീറിയിടുന്നത് നല്ലതാണ്. പക്ഷേ എരിവില്ല, പിഞ്ച് പച്ചമുളക്. അത് ഇട്ടിട്ടും വലിയ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇടുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അയില വറുത്തില്ല കേട്ടോ, വറുത്തുകൊണ്ടിരിക്കുന്നു. എന്താ നല്ല പരുവത്തിനായി വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു 3/4 ഭാഗമായി. ഇനി ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. വേവൊക്കെ ആവശ്യത്തിനുള്ളത് വെന്തു. നന്നായിട്ട് വെന്തിട്ടുണ്ട് എണ്ണ കിടന്ന്. ഇനി നമുക്ക് ഇത് തീ അങ്ങ് ഓഫ് ചെയ്ത് ഇതേപടി ഞാനങ്ങ് മുരി വെക്കും. എന്നിട്ട് ഇത് കഴിക്കാൻ നേരത്താണ് ഒന്നും കൂടെ ചൂടാക്കും. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. എണ്ണയൊക്കെ തിളച്ച് നിൽക്കുമായിരുന്നു. തീ ഓഫ് ചെയ്ത് വെച്ചു. എന്താ ഇനി ഇങ്ങനെ തിള വന്ന് ഇറങ്ങുന്നു നിൽക്കും. ഇനി കഴിക്കാൻ നേരത്ത് അപ്പോൾ ഒന്ന് തീ കൊടുത്തൊരു 5 മിനിറ്റ് നമ്മളൊന്ന് അടുപ്പിൽ വെച്ചാൽ മതി. തീ കൊടുത്ത് അപ്പോഴത്തേന് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ ചൂടിന് കഴിക്കുകയും ചെയ്യാം, മുരിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇപ്പം 3/4 ഭാഗം വേവാണേ. ഒരു 1/4 ഭാഗം ഉണങ്ങി കിട്ടിയാൽ മതി. അത് ആ സമയത്ത് ചെയ്യാം കഴിക്കുമ്പം കേട്ടോ. അത് നമുക്ക് മൂടി വെക്കാം. ഇനി നമുക്ക് ഈ മീനിനെ കറി വയ്ക്കാം കേട്ടോ. ഇതിനെ അങ്ങോട്ട് മുളക് ചാറ് പോലെ ഗ്രേവിയാക്കി നമുക്കൊന്ന് കറിയായിട്ട് ചാറ് വേണമെന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിനുള്ള ഉള്ളി അരിയണം, വെളുത്തുള്ളി കൊണ്ട് പൊളിക്കണം, പച്ചമുളക് അരിയണം, ഇഞ്ചി ശകലം അരിയണം, കരിയാപ്പില എടുക്കണം. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ചെയ്തിട്ട് അതൊന്ന് കറിയാക്കി വെക്കട്ടെ. അതിനുശേഷം നമുക്ക് കാണാം. നമ്മുടെ നാട്ടിലൊരു വെറൈറ്റി മീൻകറി വയ്ക്കാമെന്ന് വെച്ചാൽ അങ്ങനെയുള്ളതൊന്നും വരുന്നില്ല. ഇന്നലെ ശരിക്കും പറഞ്ഞാൽ മീൻകടയിൽ പറപ്പ, അതിൻ്റെ പേര് പറപ്പയെന്നാണ്. ശരിക്കും കൊക്കോലമത്തി പോലെ ഇരിക്കും. അതിൻ്റെ ചിറക് ഒരു വക രീതിയിൽ പറപ്പ പോലെ ഇരിക്കണോണ്ട് ആ മീനിനെ പറപ്പ മീൻ എന്നാണ്. അപ്പോൾ അതിൻ്റെ വയറൊക്കെ പൊട്ടിയിരുന്നുകൊണ്ട് മേടിച്ചില്ല. അല്ലെങ്കിൽ അതൊന്ന് വാങ്ങിച്ചിട്ട് അതൊന്ന് ശരിയാക്കാമായിരുന്നു. ഇപ്പോൾ ഡെയിലി ഇവിടെ കിട്ടുന്ന ഒന്നുകിൽ മത്തി, ഇല്ലെങ്കിൽ കിളിമീൻ, ഇല്ലെങ്കിൽ അയല, അല്ലെങ്കിൽ വലിയ മീനുകളുടെ എന്തെങ്കിലും ഈ ഇറച്ചി കഷ്ണം പോലെ നടുമുറിയായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെയൊക്കെയുള്ളൂ. നാടൻ പ്രദേശത്ത് വരുമ്പോൾ ഞണ്ട്, കൊഞ്ച്, കക്ക ഇറച്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ ഈ കുഗ്രാമത്തിലേക്ക് വരില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളതൊന്നും കറി വയ്ക്കാത്തത്.
വീണ്ടും നമ്മുടെ മുറ്റത്തെ പയർ പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം പറിച്ച് കഴിഞ്ഞേച്ച് പിന്നെ ഉണ്ടായതാണ് ഇത്. ഞാൻ പറഞ്ഞില്ല, ഒന്നരാടം ദിവസങ്ങളിൽ പയർ ഇഷ്ടം പോലെ പറിക്കാനുണ്ട്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക്. നീളമുള്ള വള്ളിപ്പയർ മെഴുക്കുവരട്ടി വെച്ചാലോ തോരൻ വെച്ചാലോ പച്ച കളറിൽ തന്നെ ഇരിക്കണം കണ്ടോ. അത് പച്ച കളറിൽ ഇരുന്നെങ്കിൽ കാണാനൊരു ഭംഗിയുള്ളൂ. പക്ഷേ നന്നായിട്ട് വേവുകയും ചെയ്യും. ഉപ്പും എരിവും മുളകും ഒക്കെ പിടിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു ശകലം വെളിച്ചെണ്ണയിൽ അങ്ങ് ഒഴിച്ചേക്കാം അതിൻ്റെ മേലെ കണ്ടോ. അപ്പോൾ തന്നെ ഒരു രുചി കൂടും അതിന്. ഇനി ഇതിൻ്റെ തീയൊക്കെ ഓഫ് ചെയ്യാതെ, തീ ഒത്തിരി കത്തിക്കഴിഞ്ഞാൽ കളർ മാറിപ്പോകും. ഇങ്ങനെ ഇരിക്കണം. കണ്ടോ. ചോറിൻ്റെ കൂടെ വിളമ്പി